പത്രം തോന്നുന്ന മൊത്തം തട്ടിപ്പ് വാർത്തകൾ തന്നെ. വെട്ടാൻ വേറെ ആളുണ്ടാ? ഇല്ലേ, നീ വെട്ടാൻ വന്നാ? പിന്നെ കയറി വാടക ഒരു വിദേശ വെട്ട വെട്ടുള്ള വിദേശ വെട്ടാ. ഓ എല്ലാം വെട്ടിട്ട് നീ കയറിയത് ഈ വെളിയിലോട്ട് പോകാനുള്ള ചെറിയ പരിപാടിയൊക്കെ ആയി. ഒരു ചെറിയ അടുത്ത ആഴ്ച കാനഡയിലോട്ട് പോണണ്ണ. കാനഡയിലോട്ടാ? നീ നല്ല ഏജൻസി വഴി തിരക്കിട്ടൊക്കെ തന്നെ പോണു. നമ്മുടെ രതീഷില്ലേ, അവന്റെ അനിയന്റെ കെയർ ഓഫില്ലേ കാനഡയിലോട്ട്. അവനവിടെ മുട്ട കമ്പനി ഇല്ലേ. എടേ, വല്ല അംഗീകാരമുള്ള ഏജൻസി വഴിയൊക്കെ വിദേശത്ത് പോകും. അല്ലാതെ ഡോക്യുമെന്റ് ഇല്ലാതൊക്കെ അവിടെ പോയാലേ അവിടുത്തെ പോലീസ് പിടിച്ച് ഉള്ള എഴുതുന്നേക്കെ. അതുകൊണ്ട് 2 ലക്ഷം രൂപ അവന്റെ കൈ കൊണ്ട് കൊടുത്ത് കഴിയൂ. സർക്കാരിന്റെ ഈ മൈഗ്രേറ്റ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിലുള്ള അംഗീകാരമുള്ള ഏജൻസി വഴി മാത്രമേ വിദേശത്ത് പോകൂ. നിനക്ക് ഇതിനായിട്ട് ഇതൊന്നും അറിഞ്ഞൂടെ? നിനക്ക് നീ ജോലിക്ക് പോകണമെന്നെങ്കിലും അറിയാതെ. സെറ്റപ്പ് പരിപാടി എന്നൊക്കെയാണോ പറഞ്ഞത്? 2 ലക്ഷം ശമ്പളം കിട്ടുമെന്നും പറഞ്ഞു. എടേ, ആദ്യം നീ നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് നോക്കണം കേട്ടാ. അല്ല 2 ലക്ഷം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കാര്യം ഇറങ്ങല്ലേ. ആണോ? അപ്പൊ തേങ്ങ ഒട്ടിയാ? എടാ, നീ പത്രമൊന്നും വായിക്കാറില്ലടേ. അംഗീകാരം ഇല്ലാത്ത ഏജൻസി വഴി പുറത്തോട്ട് പോകാൻ നോക്കിയാ പണിയാവും, ഉറപ്പും.